ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രന് ഡിസ്ചാർജ് എഴുതി കൊടുത്തേക്കാണ് ഡോക്ടർ. ഡോക്ടർ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും പറയാത്തത് കാരണം എന്ത് പറ്റി എല്ലാവരും സൈലൻ്റ് ആയിരിക്കുന്നതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പോകുന്നതിൻ്റെ തിരക്കാന്ന് മനു പറയാണ് ആ സമയത്ത്. അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വൈജിയോട് റൂമിലേക്ക് ചെല്ലാൻ പറയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വൈജ പോകാൻ മടിച്ച് ബാലചന്ദ്രൻ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ മനുവാണ് വന്നിട്ട് പറയുന്നത്, ആൻറ്റി പോയിട്ട് വാന്ന്. അങ്ങനെ വൈജ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വൈജയോട്. ബാലചന്ദ്രൻ അത്രയ്ക്ക് കുറച്ചൊക്കെ ഇമോഷണൽ ആവുന്ന ആളാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇമോഷൻ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പം അത് താങ്ങാനാവാതെ വരും, പ്രകടിപ്പിക്കാനാവാതെ വരും എന്നൊക്കെ പറയുമ്പോൾ വൈജ പറയുന്നത് എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കാറുണ്ട് എന്ന് പറയാണ്. അത് അയാളുടെ മനസ്സിൻ്റെ വിഷമത്തിൻ്റെ ഒരു 10-1 മാത്രമാണ് മാഡത്തിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പ്രകടിപ്പിക്കുന്നത്. മാഡം ഒക്കെ ആണെങ്കിൽ പറയാനുള്ളത് അങ്ങോട്ട് വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണല്ലോ എന്ന് പറയാണ്. പക്ഷേ ബാലചന്ദ്രൻ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉള്ളിൽ ഒതുക്കും. അവസാനം അതൊരു പൊട്ടലായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. എല്ലാം കൂടെ ആ നെഞ്ചിന് താങ്ങാനാവാതെ വരുമ്പോഴാണ് പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന് പറയണം. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, സ്ത്രീകളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് പുരുഷന്മാർക്കാണ് കൂടുതലും. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉള്ളിൽ വെക്കാതെ എന്താണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ പുറത്തോട്ട് ഒരുപാട് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം അവർക്കൊന്നും ഉള്ളിലിങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. അവർ സ്നേഹമാണെങ്കിലും അങ്ങോട്ട് തുറന്ന് പ്രകടിപ്പിക്കും, ദേഷ്യമാണെങ്കിലും അതേപോലെ പ്രകടിപ്പിക്കും. അതുപോലെ മറ്റുള്ളവരോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമോ എന്താണെങ്കിലും അവർ കരഞ്ഞാണെങ്കിലും തീർക്കും. പക്ഷേ പുരുഷന്മാർ ഒരു ഒരു സൊസൈറ്റിയിൽ തന്നെ അവർക്കൊരു കോമൺ ആയിട്ടൊരു ലേബൽ കൊടുത്തേക്കാണ്. പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷന്മാർ ഒരുപാട് ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യപ്പെടും കരയാൻ പാടില്ല എന്നുള്ളൊരു ഇത് കൊടുത്തേക്കാണ്. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ്റെ വില പോകുമെന്നൊക്കെയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ പുരുഷനാണെങ്കിലും കരയണം, അപ്പോഴാണ് ഹൃദയത്തിന് ഇച്ചിരി റിലാക്സേഷൻ കിട്ടുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും നോർമലായിട്ടും എല്ലാവരും എന്താണ് ചെയ്യുന്നത്, പുരുഷന്മാരൊക്കെ ആ സങ്കടം ആ വിഷമം എന്താണോ ആ പ്രശ്നം എന്താണോ അത് നെഞ്ചിനുള്ളിൽ തന്നെ കൊണ്ട് നടക്കും. അവസാനം ആ നെഞ്ചിന് താങ്ങാൻ കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരെ വരും. അങ്ങനെയാണ് പുരുഷന്മാർക്ക് കൂടുതലും അറ്റാക്ക് ഇതുപോലെ സ്ട്രോക്കൊക്കെ സംഭവിക്കുന്നത്. കേരളത്തിലാണെങ്കിലും മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും കോമൺ ആയിട്ട് കാണുന്നത് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഒരു 80, 88, 89% പുരുഷന്മാർക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇനി ബാലചന്ദ്രൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യേണ്ടത്, എന്താണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് പരമാവധി ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. ഒരിക്കലും വീട്ടിൽ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അയാൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടം അയാളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റേ സംഭവിക്കത്തു, അതിന് ഫലിക്കത്തുള്ളൂ. ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട. ഒരുപാട് അദ്ദേഹത്തോട് ടോക്കേറ്റീവ് ആവാനായിട്ട് ആരും നിൽക്കണ്ട. അതുപോലെ അയാൾക്ക് ആരെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർ മാത്രം റൂമിൽ ചെന്ന് കാണുക, സംസാരിക്കുക. അല്ലാതെ മറ്റുള്ളവരെ ഒന്നും അങ്ങോട്ടേക്ക് സംസാരിക്കാനായിട്ടോ കാണാൻ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആരെയും തന്നെ അയാളുമായിട്ട് അങ്ങനെ ഒരു സമ്പർക്കം പുലർത്താനായിട്ട് പറഞ്ഞു വിടേണ്ട. അതിപ്പോൾ മാഡം ആണെങ്കിൽ പോലും എന്ന് പറയണം. ഡോക്ടർ എന്താ പറയുന്നത്, മാഡം ആണെങ്കിൽ പോലും അയാളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൈകടത്താൻ നിൽക്കണ്ട. മാഡം അയാൾക്ക് മാഡത്തോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ബാലചന്ദ്രന് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ മാഡം ഒഴിഞ്ഞു മാറി നടക്കാം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടാതെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞാനല്ലാതെ മറ്റാരാണ് ഡോക്ടർ വീട്ടിൽ അവരുടെ കാര്യങ്ങൾ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൽക്കാലം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ നോക്കട്ടെ, അദ്ദേഹം പറയും ആരെ നോക്കണം എന്നുള്ളത്, ആ വ്യക്തി നോക്കട്ടെ. എനിക്കറിയത്തില്ല, നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് മക്കൾ നോക്കട്ടെ, മക്കൾ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടറോട് വൈജി ചോദിക്കുന്നുണ്ട്, മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകത്തില്ലേ സാർ? പിന്നെ അത് മാത്രമല്ല ഒരു ഭാര്യയ്ക്ക് ചെയ്യാവുന്നതിലും അപ്പുറം ഒന്നും മക്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മക്കൾക്കൊരു ലിമിറ്റേഷൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ വൈജ. അതൊക്കെ ശരിയാണ്, മാഡം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ബാലചന്ദ്രന് എന്താണോ താല്പര്യം അതുപോലെയാണ് പ്രവർത്തിക്കേണ്ടത്. തൽക്കാലം
മാഡം കൂടുതൽ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞോ എന്ന് ഡോക്ടറോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നതാണ്, ആരെങ്കിലുമൊക്കെ വന്നാലും അദ്ദേഹം കാണാൻ കൂട്ടാക്കുന്നില്ല, മാഡത്തിനെ ഇത്രയും നാളായിട്ട് കാണാൻ കൂട്ടാക്കിയിട്ടില്ല, ഇന്നല്ലേ ഇപ്പോൾ ഡിസ്ചാർജ് ആയപ്പോഴല്ലേ മാഡം അങ്ങോട്ടേക്ക് കയറി ചെന്നത്, അതുവരെ കാണാനോ സംസാരിക്കാനോ താല്പര്യം കാണിച്ചിട്ടില്ല. അതുപോലെ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് ബ്രദറും അതുപോലെ സിസ്റ്റർ ഇൻ ലോയൊക്കെ വന്നല്ലോ, അവരെയും കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ആകെ സാറ് അദ്ദേഹം ബാലചന്ദ്രൻ കാണാൻ അനുവദിച്ചിട്ടുള്ളത് ആ മനുശങ്കറിനെ മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെയും മറ്റാരെയും കാണാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ ജോലി സംബന്ധമായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ ലോയെ മാത്രമാണ് കാണാൻ അനുവദിച്ചത്. നിങ്ങളൊക്കെ ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നു എന്നല്ലാതെ അദ്ദേഹം കാണാനോ സംസാരിക്കാനോ താല്പര്യപ്പെട്ടില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരണമെന്നാണ് മാഡത്തിൻ്റെ ആഗ്രഹമെങ്കിൽ മാഡം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനോ അദ്ദേഹത്തോട് വാദിക്കാനോ ഒന്നും നിൽക്കരുത്. അദ്ദേഹത്തിൻ്റെ വഴി കണ്ട് വിട്ടേക്കുക എന്ന് പറയണം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളും പോകും, പിന്നെ ആരും നോക്കും, ഞാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ എന്നൊക്കെ വീണ്ടും വൈജു ചോദിക്കുമ്പോൾ തൽക്കാലം അദ്ദേഹത്തെ നോക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കൂ, നിങ്ങളുടെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ടല്ലോ, ആ സെർവൻ്റ് അല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, തൽക്കാലം ആ കൊച്ചു നോക്കട്ടെ, ആ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തോളൂല്ലോ, നിങ്ങളുടെ അമ്മയെ നോക്കുന്നത് ആ സെർവൻ്റ് അല്ലേ ഇവിടെ എത്തിച്ചത്, കുറച്ച് നാൾ ആ പെൺകുട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ബാലചന്ദ്രനായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരുന്നത്, മാഡത്തെ ഈ വഴിക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സ്നേഹവും കരുതലും ആ കൊച്ചിന് ബാലചന്ദ്രനോട് ഉണ്ടായിരിക്കും. അവൾ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവൾ അവിടെ പറഞ്ഞയക്കാൻ പോവാണ്, അവൾ ഇനി അവിടെ നിർത്തുന്നില്ല എന്ന് പറയാണ് വൈജ. അത് നിങ്ങളുടെ ഇഷ്ടം, ഇനിയിപ്പോൾ മറ്റാരെങ്കിലും നിർത്തണം, അവൾ പറഞ്ഞയക്കണമെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും നിർത്തണം എന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് സ്ട്രെസ് ഒരുപാട് കൊടുക്കരുത്, ഒരുപാട് ടെൻഷൻ കൊടുക്കരുത്, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയാൽ മാത്രമേ ബാലചന്ദ്രൻ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറയണം. ഇനി നിങ്ങൾക്ക് പോകാം, ബില്ലൊക്കെ സെറ്റാക്കിയാൽ ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ബില്ലടച്ചത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഡിസ്ചാർജ് ആക്കി തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വൈജ നേരെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് റൂമിലെ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രനും കൃഷ്ണമോളും മനു. അങ്ങനെ ആ സമയത്താണ് ഗോവർദ്ധനൻ ബില്ലടച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ബാലേട്ട ബില്ലടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആൻറ്റി എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മനു എന്ന് പറയാണ് വൈജ. അപ്പോൾ ഡോക്ടർ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കുകയാണ്, അവർക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബില്ല് ഇനിയിപ്പോൾ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് എഴുതി തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് ആ ബില്ല് വാങ്ങിയിട്ട് മനു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. വൈജയോട് മുഖം കൊടുക്കാതെയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങനെ സിസ്റ്റർ അടുത്ത് പോയി ഡിസ്ചാർജൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവർ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ്റെ കൈ പിടിക്കാനോ ബാലചന്ദ്രനെ പിടിക്കാനോ ഒന്നിനും വൈജയെ സമ്മതിക്കുന്നില്ല കേട്ടോ. ബാഗും സാധനങ്ങളൊക്കെ വൈജയും ഗോവർദ്ധനും കൂടി എടുത്ത് പോകുന്നുണ്ട്. മനു ആണ് ബാലചന്ദ്രനെയും കൊണ്ട് താഴേക്ക് ചെല്ലുന്നതും കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് അവർ. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ബാലചന്ദ്രനോട് വൈജയുടെ കാറിൽ കയറാൻ പറയുമ്പോൾ ബാലചന്ദ്രൻ കയറുന്നില്ല, മനുവിൻ്റെ കാറിലേക്കാണ് കേട്ടോ കയറുന്നത്. അതും വൈജയ്ക്ക് ഒരു തിരിച്ചടിയാവാണ്. അതുപോലെ കൃഷ്ണയും മനുവിൻ്റെ കാറിൽ കയറുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റി കാർ എടുത്തിട്ട് പോര് എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ. അങ്ങനെ അതും വൈജയ്ക്ക് ഒരു ഭയങ്കര ദേഷ്യം ഇതൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രനെയും മനുവും കൃഷ്ണയും ഒരു വണ്ടിയിലാണല്ലോ, അപ്പോൾ അവരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ കൂടുതലൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രനെ അധികം ഇങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇത്രയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്, അച്ഛൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലല്ലേ മൈൻഡ് കൂളാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഈ 2ാം ജന്മം എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കുകയാണ് മോളെ എന്ന് പറയട്ടോ. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, അച്ഛൻ്റെ 2ാം ജന്മം, പിന്നെ ഈ 2ാം ജന്മം തന്നെയല്ലേ മരണത്തിൻ്റെ വക്കിൽ നിന്നല്ലേ ഞാൻ രക്ഷപ്പെട്ടത്, അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അത് ആലോചിക്കാൻ പോലും വയ്യ അച്ഛ എന്നൊക്കെ പറയുമ്പോൾ മനുവും പറയുന്നുണ്ട് അതേ അങ്കിള്, അലീന കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്നിങ്ങനെ പറയണം. അപ്പോൾ അങ്കിൾ ഇനി പഴയതൊന്നും ആലോചിക്കേണ്ട, ഇനിയൊരു പുതിയ ജീവിതം, നമ്മൾ പുതിയതായിട്ട് ഒരു ലൈഫിലേക്ക് വന്നതല്ലേ, അപ്പോൾ ഇനി എന്തെങ്കിലും ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കും എന്ന് പറയുമ്പോൾ അതൊന്നും മറക്കാൻ പറ്റത്തില്ല. ആ പഴയ ഒരു ലൈഫിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മുടെ ആ പഴയ ഒരു ലൈഫിലേക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല, അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം ഞാൻ മുന്നോട്ട് പോന്നു എന്നൊക്കെ കൃഷ്ണയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തിച്ചേരുകയാണ്. വീട്ടിലെത്തിച്ചേരുന്ന സമയത്ത് കാറിൻ്റെ ഹോൺ കേട്ടപ്പോൾ തന്നെ അലീന ഓടി വന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയുണ്ട് അവിടെ, അപ്പോൾ രോഹിത്തും ഉണ്ട് കേട്ടോ.
അങ്ങനെ വേഗം ഡോറ് തുറന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ടാണ് ഡോറും തുറന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ വൈജ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കൃഷ്ണമോളുടെ കൈയും പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വൈജ അലീനയോട് ചോദിക്കുന്നുണ്ട്, റൂമൊക്കെ ക്ലീൻ ആക്കി ഇട്ടോടി എന്ന് ചോദിക്കുകയാണ്. ആ ഇട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനെ കൂട്ടിയിട്ട് കൃഷ്ണമോൾ റൂമിലേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ വൈജ നേരെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണമോളാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ നേരെ റൂമിലേക്ക് ചെന്നിട്ട് റൂം തുറക്കുന്നുണ്ട്. ആ റൂം തുറക്കുമ്പോൾ ആ റൂമിൽ ഒക്കെ മൊത്തം ഇങ്ങനെ ആകമാനം ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ കിടക്കുന്നില്ല മോളെ എന്ന് പറയണം. അതെന്താ അച്ഛൻ്റെ റൂം ഇതല്ലേ എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ റൂം ഇതല്ലേ, ബാലചന്ദ്രൻ പിന്നെ എവിടെ കിടക്കാനാന്നൊക്കെ എന്ന് വൈജ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് മുതൽ ഇത് എൻ്റെ റൂമല്ല എന്ന് പറയണം. പിന്നെ ആരുടെ റൂമാണ്, ഇതല്ലേ ബാലചന്ദ്രൻ്റെ റൂം എന്ന് പറയുമ്പോൾ ഇന്ന് മുതൽ ഇത് എൻ്റെ റൂമല്ല, ഇന്ന് മുതൽ ഇത് നിൻ്റെ മാത്രം റൂമാണ്, ഞാനിവിടെ കിടക്കുന്നില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജ വീണ്ടും പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാദിക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്, ബാലചന്ദ്രൻ നീ ഇവിടെ ഇല്ലാണ്ട് നീ വേറെ എവിടെ കിടക്കാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ വേറെ റൂമുകളുണ്ടല്ലോ, ഞാൻ അവിടെ കിടന്നോളാം, ഞാൻ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, എൻ്റെ കാര്യത്തിൽ നീ ഒരുപാട് വറീഡാവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രന് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറയുന്നുണ്ട് കൃഷ്ണമോളോട് കേട്ടോ. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും വന്നിട്ട് അലീനയോട് പറയാണ്, അലീന ഞാൻ മുകളിൽ ബബിതയുടെ റൂമിലാണ് കിടക്കുന്നത്, അവിടെ ഒന്ന് വൃത്തിയാക്കിയേക്ക് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും ബബിത ആകെ ഷോക്കാവാണ്. എൻ്റെ റൂമിൽ കിടക്കാനോ, അപ്പോൾ ഞാൻ എവിടെ കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നീ താഴെ വന്നിട്ട് കൃഷ്ണയുടെ റൂമിൽ കിടക്കണം, അല്ലെങ്കിൽ അതായത് നിൻ്റെ അമ്മയുടെ റൂമിൽ പോയിട്ട് കിടന്നോ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ എൻ്റെ റൂമിൽ ഞാൻ തന്നെ കിടന്നോളാം, അച്ഛൻ്റെ റൂം താഴെയല്ല, അച്ഛൻ താഴെ കിടന്നാൽ മതി എന്നൊക്കെ ബബിത പറയുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട് വൈജ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്, ബബിതയുടെ റൂമിൽ നിന്ന് ബാലചന്ദ്രൻ പോയി കിടന്ന അവൾ പിന്നെ എവിടെ കയറി കിടക്കും, അവളുടെ റൂമിൽ അവൾ കിടന്നോട്ടെ, ബാലചന്ദ്രൻ്റെ റൂം താഴെയല്ലേ, ഇവിടെ കിടന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്ന് പറയണം. ബാലചന്ദ്രൻ താഴെ കിടന്നാൽ മതി, ബബിതയുടെ റൂമിൽ തന്നെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ബബിതേനെ സപ്പോർട്ട് ചെയ്യാണ് വൈജ കേട്ടോ. അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ഭയങ്കര ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അമ്മ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അച്ഛൻ ഇനി അവിടെ കിടക്കുന്നുണ്ടായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നത്, ഈ വീട്ടിൽ എവിടെ കിടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, ഇത് നിൻ്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞിരാമൻ മേനോൻ ഉണ്ടാക്കിയ വീടല്ലത്, ഞാൻ പണിത വീടാണ്, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ പണിത വീടാണ്, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ തീരുമാനിക്കും ഈ വീട്ടിൽ ആരൊക്കെ എവിടേക്ക് കിടക്കണമെന്ന്, ഈ ഞാനാണ് തീരുമാനിക്കുന്നത് ഈ വീട്ടിൽ ആരൊക്കെ എവിടേക്കാണ് കിടക്കേണ്ടതെന്ന്, അല്ലാതെ നീയല്ല കിടക്കുന്നത്. ബബിത ഇന്ന് മുതൽ താഴെ കിടന്നാൽ മതി, കൃഷ്ണയുടെ റൂമിലോ നിൻ്റെ അമ്മയുടെ റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ കിടന്നോ, ആ റൂമിൽ ഞാനാണ് ഇനി മുതൽ കിടക്കാൻ പോകുന്നത് എന്ന് പറയണം. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, വാ മോളെ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോ എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണമോള് ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. ആ സമയത്ത് തന്നെ അലീനയെ വിളിച്ച് പറയുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് റൂമിലേക്ക് എത്തിക്കാൻ പറയുമ്പോൾ അലീനയെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുകയാണ് അങ്ങനെ വൈജയന്തി കേട്ടോ. അപ്പോൾ അലീന ചെന്നിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണമോൾ, അതൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് അലീനയും ചെന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അലീനയോട് കുറച്ച് കുടിക്കാൻ വെള്ളം അങ്ങനെ മരുന്ന് സാധനങ്ങളൊക്കെ ബാലചന്ദ്രൻ്റെ എല്ലാ സാധനങ്ങളും മുകളിലേക്ക് എത്തിക്കാനായിട്ട് പറയണം. അപ്പോൾ ബബിതയും ആകെ പെട്ടിരിക്കുകയാണ്. കാരണം ബബിതയുടെ പ്രൈവസി മൊത്തം നഷ്ടപ്പെട്ടു, ബബിതയുടെ എല്ലാ കാര്യങ്ങളും കൊള്ളാവാൻ പോവുകയാണ്. അതുകൊണ്ട് ബബിതയും ആകെ പെട്ടിരിക്കുകയാണ്. വൈജയന്തി ആണെങ്കിൽ വീട്ടിലെത്തിയാലെങ്കിലും തൻ്റെ കയ്യിൽ കിട്ടും ബാലചന്ദ്രനെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അതും കയ്യിൽ നിന്ന് പോയ ഒരു മട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അലീനയോടും ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അലീന, ബാലചന്ദ്രൻ്റെ സാധനങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ ആൻറ്റീൻ്റെ അടുത്ത്, അതായത് മനു വന്നിട്ട് ആൻറ്റിയോട് പറയുന്നുണ്ട്, വൈജയോട് പറയുന്നുണ്ട്, ആൻറ്റി തൽക്കാലം ഡോക്ടർ അങ്ങനെയല്ലേ പറഞ്ഞത്, ഒന്ന് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ റൂമിൽ കിടക്കുമ്പോൾ അങ്കിളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്കിൾ ഒന്ന് മാറി കിടക്കട്ടെ, കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്നാലും മനു ഇവിടെ കിടന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ, മുകളിൽ പോയി കിടന്നാൽ ഞാൻ താഴെയും കിടന്നാൽ എങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കാനോ എങ്ങനെ അറിയാനാന്നൊക്കെ ചോദിക്കുമ്പോൾ സാരമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്കിൾ വിളിച്ചോളൂല്ലോ എന്ന് പറയണം. അപ്പോൾ വൈജ വീണ്ടും പറയുന്നുണ്ട്, എന്നാലും ഇനിയിപ്പോൾ ബബിതയുടെ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി അവൾ ഇനിയിപ്പോൾ എവിടെ കിടക്കുമെന്ന് പറയുമ്പോൾ ആൻറ്റി എന്താ പറയുന്നത്, പെൺകുട്ടികളല്ലേ, കൃഷ്ണമോളുടെ കൂടെ അവൾക്ക് കിടക്കാലോ, ഇനി അതല്ല ആൻറ്റിയുടെ കൂടെ വന്ന് കിടന്നോട്ടെ കൃഷ്ണമോൾ, എന്നാൽ കൃഷ്ണമോളുടെ റൂം ഇവക്ക് കൊടുക്കാലോ എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, വേണ്ട ഞാൻ എവിടെയെങ്കിലുമൊക്കെ കിടന്നോളാം, എൻ്റെ പ്രൈവസി മൊത്തം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഇങ്ങനെ പറയട്ടെ. അപ്പം ബബിത പിന്നെ മനു പറഞ്ഞ ആ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നാൽ കൃഷ്ണ അമ്മയുടെ കൂടെ കിടന്നോട്ടെ, ഞാൻ കൃഷ്ണയുടെ റൂം എടുത്തോളാം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെങ്കിലും പിന്നെ തീരുമാനിക്കാൻ, തൽക്കാലം അങ്കിള് അവിടെ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട് മനു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.